ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് എന്ന് പറയുന്നൊരു സ്റ്റോറിയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറീൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ലോങ് ആയി പോകുന്നത് കൊണ്ട് 2 പാർട്ടായിട്ടാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നിങ്ങൾ ആദ്യം കാണുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറിക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടുകയുള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾക്ക് ആ ഒരു സ്റ്റോറി തറവായിട്ട് മനസ്സിലാവണമെങ്കിൽ ഫസ്റ്റ് പാർട്ട് കാണണം. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെ വരെയായിരുന്നു പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്? അതായത് നമ്മളുടെ ഇവാനാണ് ഇതിലെ സെൻട്രൽ ക്യാരക്ടർ, അതായത് പ്രധാന കഥാപാത്രം. ആരാണ്? ഇവാൻ അല്ലേ. ഇവാന് ഒരു മർച്ചൻറ്റിൻ്റെ സെർവൻ്റാണ് അല്ലേ, ഒരു റിച്ച് മെർച്ചൻറ്റിൻ്റെ സെർവൻ്റാണ് റഷ്യയിലുള്ള. അപ്പം ഇവാൻ എന്ത് ചെയ്യാണ്, ഫോറസ്റ്റിൽ പോയ സമയത്ത് ഒരു കിളീനെ കണ്ടുമുട്ടാനും അതിൻ്റെ അടുത്ത് നിന്ന് അവരുടെ ബേർഡ്സിൻ്റെ ലാംഗ്വേജ് പഠിക്കാനും ഒക്കെ ഇടയായി. അതിനുശേഷം ഈ നൈറ്റിംഗേളിനോട് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ മാസ്റ്ററായിട്ടുള്ള മെർച്ചൻ്റ്, അതായത് അവൻ്റെ യജമാനനായിട്ടുള്ള മെർച്ചൻ്റ് അവനെ വിളിക്കാനിട വരികയും എന്തോ ഒരു സീക്രട്ട് ഈ ഒരു നൈറ്റിംഗേൾ ഇവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ അദ്ദേഹം വിളിക്കുന്നത്. അപ്പോൾ അവന് ആ ഒരു നൈറ്റിംഗേൾ പറന്നു പോവുകയും ചെയ്തു. ആ ഒരു സെക്ഷൻ വരെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എ സ്ട്രേഞ്ച് പ്രഡിക്ഷൻ എന്ന് പറയുന്ന സെക്ഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ടൈറ്റിൽ നോക്കാം. എ സ്ട്രേഞ്ച് പ്രഡിക്ഷൻ എന്നാണ് ടൈറ്റിൽ. സ്ട്രേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിചിത്രമായ, അസാധാരണമായ എന്നൊക്കെയാണ് മീനിങ്. അതായത് സാധാരണ സംഭവിക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട്, അപൂർവമായിട്ട് സംഭവിക്കുന്നത് എന്നൊക്കെ പറയാം. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവചനം അല്ലേ. പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ആ കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രഡിക്ഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ പ്രവചനം എന്ന് പറയുക കേട്ടോ. അപ്പോൾ സ്ട്രേഞ്ച് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിചിത്രമായ ഒരു പ്രവചനം അല്ലേ. അപ്പം നമുക്ക് നോക്കാം എന്താണ് ആ പ്രവചനം എന്നുള്ളത്. ഹൂ വർ യു ടോക്കിംഗ് ടു? ആരാണ് ചോദിക്കുന്നത്? നമ്മളുടെ മാസ്റ്റർ ചോദിക്കുകയാണല്ലേ. ഹൂ വർ യു ടോക്കിംഗ് ടു? നീ ആരോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മാസ്റ്റർ, അതായത് മെർച്ചൻ്റ് ഇവാനോട് ചോദിക്കുകയാണ്. കാരണം ആ ഒരു റൂമിൽ ഇവാനല്ലാതെ വേറെ ആരും ഇല്ലയെന്ന് മെർച്ചൻറ്റിന് അറിയാം അല്ലേ. അപ്പം ആരോടാണ് ഇവൻ സംസാരിക്കുന്നതെന്ന് അറിയണ്ടേ, അതിനു വേണ്ടിയാണ് മെർച്ചൻ്റ് അങ്ങനെ ചോദിച്ചത്. ദ മെർച്ചൻ്റ് ആസ്ക്ഡ്, മെർച്ചൻ്റ് ചോദിച്ചു. ഐ വാസ് ടോക്കിംഗ് ടു എ നൈറ്റിംഗേൾ, ഇവാൻ റിപ്ലൈഡ്. അപ്പോൾ ഇവാൻ എന്താ പറഞ്ഞത്? ഐ വാസ് ടോക്കിംഗ് ടു എ നൈറ്റിംഗേൾ, ഞാനൊരു നൈറ്റിംഗേളിനോട്, അതായത് ഒരു വാനമ്പാടി കിളിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇവാൻ റിപ്ലൈഡ്, ഇവാൻ എന്ത് ചെയ്തു? മറുപടി പറഞ്ഞു. ടോക്കിംഗ് ടു എ നൈറ്റിംഗേൾ? അപ്പം ഈ ഒരു യജമാനൻ, അതായത് മാസ്റ്റർ ചോദിക്കുകയാണ്, ടോക്കിംഗ് ടു എ നൈറ്റിംഗേൾ, നൈറ്റിംഗേളിനോട് സംസാരിക്കാനോ? അദ്ദേഹത്തിന് ഭയങ്കര ആശ്ചര്യം തോന്നി. അതുകൊണ്ടാണ് അവിടെ ഒരു പങ്ക്ച്വേഷൻ മാർക്ക് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ. നൈറ്റിംഗേൾ എന്ന് എഴുതിയതിൻ്റെ അവിടെ ഒരു വര, പിന്നെ അടിയിലൊരു കുത്ത് കൊടുത്തിട്ട് കണ്ടില്ലേ. അതിന് നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് എന്നാണ് പറയുക, അതായത് ആശ്ചര്യചിഹ്നം കേട്ടോ. അപ്പം ഈ ഒരു ആശ്ചര്യമായിട്ടുള്ള കാര്യം പറയുന്ന സമയത്ത് അവസാനം കൊടുക്കുന്ന ഒരു പങ്ക്ച്വേഷൻ മാർക്കാണ് കേട്ടോ അത്. അപ്പം ഇയാൾ മാസ്റ്റർ ആശ്ചര്യത്തോടു കൂടി ചോദിച്ചു, നൈറ്റിംഗേളിനോട് സംസാരിക്കുന്നോ എന്ന്. ഹൗ ക്യാൻ യു ഡൂ ദാറ്റ്? നിനക്ക് എങ്ങനെയാണ് അങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഐ ഹാവ് ലേൺ ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. അപ്പോൾ ഇവൻ പറയാണ്, ഐ ഹാവ് ലേൺഡ്, ഞാൻ പഠിച്ചിട്ടുണ്ട് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്, ബേർഡ്സിൻ്റെ ഭാഷ എന്ന് പറയാണ്. ബേർഡ്സിൻ്റെ ലാംഗ്വേജ് എവിടെ നിന്നാണ് ഇവാൻ പഠിച്ചത്? നമുക്കറിയാം അല്ലേ, ഫോറസ്റ്റിൽ പോയ സമയത്ത് ആ ഒരു അമ്മക്കിളി ഇവാന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണല്ലേ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മെർച്ചൻറ്റിന് അറിയോ? ഇല്ല. അപ്പോൾ എന്താ സംഭവിച്ചത്? ദ മെർച്ചൻറ്റ് സ്റ്റേയോഡ് അറ്റ് ഇവാൻ ഇൻ ഡിസ്ബിലീഫ്. ദ മെർച്ചൻറ്റ് സ്റ്റേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുറിച്ചു നോക്കുക എന്നാണ്. അറ്റ് ഇവാനെ തുറിച്ചു നോക്കി ആര്? മെർച്ചൻറ്റ്. എന്നിട്ട് ഇൻ ഡിസ്ബിലീഫ്, അതായത് ഡിസ്ബിലീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിശ്വാസത്തോടു കൂടി എന്നുള്ളതാണ് മീനിങ് വരുന്നത് കേട്ടോ. ഈ ഒരു മെർച്ചൻറ്റിന് ഇവാൻ പറയുന്നത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ. ഒരു ബേർഡിനോട് സംസാരിക്കുക, അതിൻ്റെ ഭാഷ അറിയാമെന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ മെർച്ചൻറ്റിനും അത് വിശ്വസിക്കാൻ അങ്ങോട്ട് പറ്റിയില്ല. ഡിസ്ബിലീഫ് എന്ന് പറഞ്ഞാൽ അവിശ്വാസം കേട്ടോ. വാട്ട് വർ യു ടോക്കിംഗ് അബൌട്ട്? അപ്പം ഇദ്ദേഹം ചോദിക്കുകയാണ്, നീ എന്താണ് സംസാരിച്ചു കൊണ്ടിരുന്നത് എന്ന്. ആസ്ക്ഡ് ദ മെർച്ചൻറ്റ് ആഫ്റ്റർ എ മൊമെൻറ്റ്. അപ്പോൾ ആര് ചോദിച്ചു? മെർച്ചൻറ്റ് ചോദിച്ചു. ആഫ്റ്റർ എ മൊമെൻറ്റ്, കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം. ഇവാൻ വാസ് വെറീഡ്. ഇവാൻ എന്തായി?
വെറീഡായില്ലേ എന്ന് പറഞ്ഞാൽ അസ്വസ്ഥനായി, അവന് ടെൻഷനായി എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. ഹീ സ്പോക്ക് ഇൻ എ ബ്രോക്കൺ വോയിസ്. അപ്പം അവൻ അദ്ദേഹത്തിനോട് റിപ്ലൈ പറയുന്നത് ഒരു ബ്രോക്കൺ വോയിസിലാണ്, അതായത് മുറിഞ്ഞാണ് അവൻ്റെ വേർഡ്സ് അവൻ്റെ വായിൽ നിന്ന് വരുന്നത്. കാരണം ചെറിയൊരു പേടിയുണ്ട് ആ ഒരു കാര്യം പറയാൻ, അതുകൊണ്ടാണ് കേട്ടോ. ദ നൈറ്റിംഗേൾ സെഡ് ദാറ്റ് ഐ വുഡ് ബിക്കം എ കിങ് ആൻഡ് യു വുഡ് ബിക്കം മൈ സെർവൻറ്റ്. അപ്പം എന്താണ് ഇവൻ പറഞ്ഞത്? ദ നൈറ്റിംഗേൾ സെഡ്, നൈറ്റിംഗേൾ പറഞ്ഞു that I would become a king, ഞാനൊരു കിങ് ആവും, ഞാനൊരു രാജാവാകും. ആൻഡ് യു വുഡ് ബിക്കം മൈ സെർവൻറ്റ്. ആൻഡ് യു മീൻസ് ആരാണ്? മെർച്ചൻ്റ് അല്ലേ? മെർച്ചൻ്റ് ആരാവുന്ന പറയുന്നത്? ബിക്കം മൈ സെർവൻറ്റ്, എൻ്റെ എന്താവും? സെർവൻ്റ് ആവും, എൻ്റെ വേലക്കാരനാവും എന്നുള്ളതാണ് ആര് പറഞ്ഞത്? നൈറ്റിംഗേൾ അവനോട് പറഞ്ഞത് അല്ലേ. അപ്പം ആ ഒരു സീക്രട്ട് എന്താണ് എന്നുള്ളത് പോയ ആ ഒരു പാർട്ടിൽ നമുക്കും അറിയില്ലായിരുന്നു. ആ ഒരു സീക്രട്ട് നമുക്കും ഒരു സീക്രട്ട് തന്നെയായിരുന്നു. എന്താണ് എന്നുള്ളത് ആ ഒരു പാർട്ടിൽ റിവീൽ ചെയ്തില്ലായിരുന്നു. അപ്പം എ സ്ട്രേഞ്ച് പ്രഡിക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിലാണ് ഇവാനോട് നമ്മളുടെ നൈറ്റിംഗേൾ ചെവിയിൽ എന്തോ ഒരു സീക്രട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ, അത് റിവീൽ ചെയ്യുന്നത്. നമ്മളും അങ്ങനെയാണല്ലേ അറിയുന്നത്. അപ്പം ഇത് പ്രവചനം സത്യമാവോ? ഇതൊരു പ്രവചനം ആണല്ലേ. ആരുടെ പ്രവചനമാണ്? നമ്മളുടെ നൈറ്റിംഗേളിൻ്റെ പ്രവചനമാണല്ലേ. അപ്പോൾ എന്താണ് നൈറ്റിംഗേൾ പ്രഡിക്റ്റ് ചെയ്തത്? ഇവാൻ രാജാവാകുമെന്നും ഇവാൻ്റെ സെർവൻ്റായിട്ട് അവൻ്റെ യജമാനനായിട്ടുള്ള ആരാണ്? മെർച്ചൻ്റ് മാറും എന്നുമാണ് ആര് പറഞ്ഞത്? നമ്മളുടെ നൈറ്റിംഗേൾ പ്രഡിക്റ്റ് ചെയ്തത് അല്ലേ. സോ ഇനി നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻസ് നോക്കാം. ഡു യു തിങ്ക് ദ മെർച്ചൻറ്റ് വിൽ ലൈക്ക് വാട്ട് ദ ബേർഡ് സെഡ്? ആ ഒരു ബേർഡ് പറഞ്ഞിട്ടുള്ള കാര്യം ഈ ഒരു മെർച്ചൻറ്റിന് ഇഷ്ടമാവുമോ എന്നാണ് ചോദ്യം. ഒരിക്കലും ഇല്ല അല്ലേ. തൻ്റെ സെർവൻ്റ് ആയിട്ടുള്ള ഇവാനെ രാജാവായിട്ടും ഇവാൻ്റെ സെർവൻ്റായിട്ട്, അതായത് വേലക്കാരനായിട്ട് യജമാനൻ മാറുന്നതും ഒരിക്കലും ആ ഒരു മെർച്ചൻറ്റിന് അംഗീകരിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഇഷ്ടമാവില്ല കരുതാം. വിൽ ദ മെർച്ചൻറ്റ് ബി ആംഗ്രി? ആംഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ദേഷ്യം അല്ലേ. ആ മെർച്ചൻറ്റിന് ദേഷ്യം വരുമോ? നമുക്ക് നോക്കാം. വാട്ട് വിൽ ഹീ ഡു? അവൻ എന്തായിരിക്കും ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ബാക്കി പോർഷൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻസ് കുട്ടികളോട് ചോദിക്കുക കേട്ടോ, അവർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്പർ 66 നോക്കാം. ടൈറ്റിൽ വരുന്നത് എന്താണ്? ഇൻ ടു ദ ഡീപ് സീ അല്ലേ. ഡീപ് സീ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഴക്കടൽ. അപ്പോൾ എന്താണ് മീനിങ് വരുന്നത്? ആഴക്കടലിലേക്ക് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ദ മെർച്ചൻറ്റ് വാസ് വെറീഡ് ആൻഡ് റിമൈൻഡ് സ്ലീപ്ലെസ് ഫോർ വീക്സ്. എന്താണ് പറയുന്നത്? ദ മെർച്ചൻറ്റ് വാസ് വെറീഡ്, അദ്ദേഹം എന്താണ്? അസ്വസ്ഥനാണ്, ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളത്. ആൻഡ് റിമൈൻഡ് സ്ലീപ്ലെസ് ഫോർ വീക്സ്. എന്താണ് സ്ലീപ്ലെസ് എന്ന് പറഞ്ഞാൽ? ഉറക്കമില്ലായ്മ അല്ലേ. ഉറക്കമില്ലാണ്ട് ആയിട്ട് എത്ര കാലമായി? ഫോർ വീക്സ്, ആഴ്ചകളായി അദ്ദേഹത്തിന് ഉറക്കമൊന്നുമില്ലാതെ നിൽക്കുകയാണ് എന്ന് പറയാണ്. വൺ നൈറ്റ് ദ മെർച്ചൻറ്റ് ഗേവ് ഇവാൻ എ ഡ്രിങ്ക് ടു മേക്ക് ഹിം ഡ്രൗസി. എന്താണ് പറയുന്നത്? വൺ നൈറ്റ് ഒരു രാത്രിയിൽ ദ മെർച്ചൻറ്റ് ഗേവ് ഇവാൻ എ ഡ്രിങ്ക്. മെർച്ചൻറ്റ് എന്ത് ചെയ്തു? ഇവാൻ ഒരു ഡ്രിങ്ക് കൊടുത്തു, കുടിക്കാനായിട്ട് ഒരു പാനീയം കൊടുത്തു. ടു മേക്ക് ഹിം ഡ്രൗസി. ഡ്രൗസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കം വരുത്തുന്ന എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഡ്രിങ്ക് ഇവാന് കൊടുത്തതിന് ശേഷം അവൻ എന്താണ്? ഉറക്കം വന്നു. അപ്പോൾ ആ ഒരു മയക്കം വരുത്തുന്ന രീതിയിലുള്ള ഒരു ഡ്രിങ്കാണ് ആ ഒരു മെർച്ചൻറ്റ് ഇവാന് കൊടുത്തിട്ടുണ്ടായിരിക്കുക അല്ലേ. വെൻ ഇവാൻ ഹാഡ് fallen asleep. അപ്പോൾ ഈ ഒരു ഇവാൻ ഉറങ്ങിയതിന് ശേഷം ദ മെർച്ചൻറ്റ് ലെയ്ഡ് ഹിം ഓൺ എ ബോട്ട്. ലെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടത്തുക കേട്ടോ. അപ്പോൾ മെർച്ചൻറ്റ് എന്ത് ചെയ്തു? ദ മെർച്ചൻറ്റ് ലെയ്ഡ് ഹിം, ഇവാനെ കിടത്തി. എവിടെ? ഓൺ എ ബോട്ട്, ഒരു ബോട്ടിൽ അങ്ങനെ കിടത്തി. ഹി സ്പ്രെഡ് ദ വൈറ്റ് സെയിൽസ്. എന്താണ് വൈറ്റ് സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കപ്പലിൻ്റെ പായ ഉണ്ടല്ലോ, ആ ഒരു പായക്കപ്പലിനൊക്കെ ഉണ്ടാവില്ലേ, അതാണ് പറയുന്നത്. അതെന്ത് ചെയ്തു? ആ ഒരു ബോട്ടിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കെട്ടിവെച്ചു. അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കാറ്റിനനുസരിച്ച് ആ ഒരു ദിശ റെഡിയായിട്ട് പോകാൻ വേണ്ടിയിട്ടല്ലേ. പിന്നീട് എന്താണ് സംഭവിച്ചത് നോക്കാം. ആൻഡ് പുഷ് ദ ബോട്ട് ഇൻ ടു ദ ഓപ്പൺ സീ. എന്ത് ചെയ്തു? പിന്നെ പുഷ്ഡ് ദ ബോട്ട് എന്ത് ചെയ്തു? പുഷ് ചെയ്ത് വിട്ടു, തള്ളി വിട്ടു. എങ്ങോട്ട്? ഇൻ ടു ദ ഓപ്പൺ സീ. അങ്ങനെ വിശാലമായി കിടക്കുന്ന ആ ഒരു കടലിലേക്ക് ഈ ഒരു ബോട്ട് മെർച്ചൻറ്റ് തള്ളി വിടുകയാണ്. നമുക്ക് ആ പിക്ചറിൽ കാണാം അല്ലേ, ഇവാൻ ആ ബോട്ടിൽ കിടക്കുന്നുണ്ട്, പായ ഒക്കെ കറക്റ്റായിട്ട് വെച്ചിരിക്കുന്നത് കാണാം. അതേപോലെ മെർച്ചൻറ്റ് ആ ഒരു ബോട്ട് തള്ളി കടലിലേക്ക് വിടുന്നതും കാണാം. അപ്പോൾ ആ ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു പാട്ടിൽ പറയുന്നത്.
ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടല്ലേ. വാട്ട് വുഡ് ഹാപ്പൻ ടു ഇവാൻ? ഇവാൻ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കാം. 67 നോക്കാം. ടൈറ്റിൽ വരുന്നത് മെസ്സേജ് ഫ്രം ദ ക്രെയിൻ എന്നുള്ളതാണ്. മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സന്ദേശം അല്ലേ? ഫ്രം ദ ക്രെയിൻ. ആരിൽ നിന്നാണ്? ക്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊക്കില്ലേ, കൊക്കിനെയാണ് നമ്മളിവിടെ ക്രെയിൻ എന്ന് പറയുന്നത്. അപ്പം ആരിൽ നിന്നുള്ള സന്ദേശമാണ്? കൊക്കിൽ നിന്നുള്ള സന്ദേശം അല്ലേ? അതാണ് ടൈറ്റിൽ. നമുക്ക് നോക്കാം. ഫോർ എ ലോങ് ടൈം, കുറേ സമയത്തേക്ക് ദ ബോട്ട് മൂവ്ഡ് അബൌട്ട് ഓൺ ദ വേവ്സ്. എന്താണ് സംഭവിച്ചത്? ഇവാൻ കിടക്കുന്ന ആ ഒരു ബോട്ട് ഉണ്ടല്ലോ, അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേവ്സ് എന്ന് പറഞ്ഞാൽ തിരമാലയ്ക്കൊപ്പം അങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ പോവാണ്. ആൻഡ് ഫൈനലി ഹിറ്റ് എ ലാർജ് ഷിപ്പ്. എന്താ സംഭവിച്ചത്? ഫൈനലി അവസാനം ഹിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിക്കുക അല്ലേ? അപ്പോൾ എന്താണ് ഹിറ്റ് എ ലാർജ് ഷിപ്പ്? ഒരു വലിയ ഷിപ്പ് എന്ന് പറഞ്ഞാൽ കപ്പലല്ലേ? കപ്പലിന് പോയിട്ട് ഇടിച്ചു. നമ്മളുടെ ഇവാൻ കിടക്കുന്നത് ഒരു ചെറിയൊരു ബോട്ടാണ് കേട്ടോ. ഈ ഒരു ബോട്ട് പോയിട്ട് എന്ത് ചെയ്യാണ്? വലിയൊരു ഷിപ്പിൽ ഇടിച്ചു. ദ ക്രൂ ഓൺ ദ ഷിപ്പ്. അപ്പോൾ ആ ഷിപ്പിലുള്ള ക്രൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷിപ്പിലുള്ള ജോലിക്കാരെയാണ് കേട്ടോ പറയുന്നത്. അവർ എന്ത് ചെയ്തു? സോ ഇവാനെ കണ്ടു. ആൻഡ് ഫെൽറ്റ് പിറ്റി ഫോർ ഹിം. പിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദയ അല്ലെങ്കിൽ അലിവൊക്കെ അല്ലേ? അപ്പോൾ എന്താണ്, അവർക്ക് ഇവനോട് ഒരു ദയവ് തോന്നി. എന്നിട്ട് എന്താ ചെയ്തേ? ദേ ടുക്ക് ഹിം ടു ദ ഷിപ്പ്. അവൻ എന്ത് ചെയ്തു? ആ ഒരു ഷിപ്പിലേക്ക് കയറ്റി. സ്റ്റാൻഡിങ് ഓൺ ദ ഡെക്ക് ഇവാൻ ലുക്ക്ഡ് അറ്റ് ദ സ്കൈ. സ്റ്റാൻഡിങ് ഓൺ ദ ഡെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പലിൻ്റെ മേൽത്തട്ട് എന്ന് പറയില്ലേ? ഇപ്പോൾ ആ ഒരു പിക്ചറിലേക്ക് നോക്കിയാൽ കാണാം, ആ ഒരു മേലെയുള്ള ഭാഗത്താണല്ലേ ഇവാൻ നിൽക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഡെക്ക് എന്ന് പറയുന്നത്. അപ്പം ഇവാൻ എന്ത് ആണ്? അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് ഇവാൻ ലുക്ക്ഡ് അറ്റ് ദ സ്കൈ. ഇവാൻ ആകാശത്തേക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഹൈ, വെരി ഹൈ, അപ്പ് ഇൻ ദ സ്കൈ. എന്താണ്? ഒരുപാട് മുകളിൽ അല്ലേ? അപ്പ് ഇൻ ദ സ്കൈ, ആകാശത്ത്. ഇവാൻ സോ സം ക്രെയിൻസ്. ഇവാൻ എന്ത് കണ്ടു? കണ്ടു എന്ത്? സം ക്രെയിൻസ്. ക്രെയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊക്ക് അല്ലേ? കൊക്കിനെ കണ്ടു. ദ ക്രെയിൻസ് വർ പ്രെഡിക്റ്റിംഗ് എ സ്റ്റോം. അപ്പോൾ എന്താണ്? ക്രെയിൻസ് വർ പ്രെഡിക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ? പ്രവചിക്കാം. ആ ഒരു കൊക്കുകൾ പ്രവചിക്കുകയാണ് എന്ത്? എ സ്റ്റോം. എന്താണ്? കൊടുങ്കാറ്റ് ഉണ്ടാവുമെന്ന് ആ ഒരു കൊക്കുകൾ പ്രവചിച്ചു. ടു ദ സെയിലേഴ്സ്. അപ്പം ഇവാൻ ഈ ഒരു സെയിലേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കപ്പലിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ, അവരോട് പറയാണ്. എന്നിട്ട് പറയാണ് ബി കെയർഫുൾ, ശ്രദ്ധിക്കണം എന്ന് പറയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഐ ഹിയർ ദ ബേർഡ്സ് പ്രെഡിക്റ്റിംഗ് എ സ്റ്റോം. എന്തുകൊണ്ടാണെന്നാ? ഐ ഹിയർ, ഞാൻ കേട്ടു, ദ ബേർഡ്സ്. ആ ഒരു ബേർഡ്സ് എന്ന് പറയുന്നത് ഇവിടെ നമ്മളുടെ ക്രെയിൻസിനെയാണ് കേട്ടോ. ക്രെയിൻസ് എന്ത് ചെയ്യാണ്? പ്രെഡിക്റ്റിംഗ് എ സ്റ്റോം. ഒരു കൊടുങ്കാറ്റ് വരും എന്ന് അവർ എന്ത് ചെയ്യാണ്? പ്രവചിക്കുന്നത് അവൻ കേട്ടു എന്ന് പറയാണ്. ലെറ്റ് us enter a harbor or we will be in danger. അപ്പം ഇവാൻ പറയാണ് ലെറ്റ് us enter in harbor. ഹാർബർ എന്ന് പറഞ്ഞാൽ എന്താണ്? തുറമുഖം അല്ലേ? അപ്പോൾ നമുക്കൊരു തുറമുഖത്തേക്ക് പോവാം, അതായത് കപ്പലൊക്കെ നിർത്തിയിടുന്ന സ്ഥലം. തുറമുഖത്തേക്ക് പോവാം. ഓർ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വി വിൽ ബി ഇൻ ഡേഞ്ചർ. നമുക്ക് എന്തെങ്കിലും അപായം സംഭവിക്കും എന്ന് പറയാണ്. യു സിലി ബോയ് കീപ് ക്വയറ്റ്. അപ്പം ആ ഒരു കപ്പലിലുള്ള ആൾ പറയാണ് യു സില്ലി ബോയ് കീപ് ക്വയറ്റ്. അവനൊരു ചെറിയ കുട്ടിയാണല്ലോ, അപ്പോൾ അവൻ പറയുന്നൊന്നും അവർ കാര്യമാക്കുന്നില്ല. കീപ് ക്വയറ്റ്, മിണ്ടാതിരിക്കുക എന്ന് അവനോട് പറയാണ്. ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് സെഡ്. ആരാണ് പറഞ്ഞത്? ഷിപ്പിലെ ക്യാപ്റ്റൻ അല്ലേ? ക്യാപ്റ്റൻ ഇവനോട് പറയാണ്. ബട്ട് ഇവാൻ റിക്വസ്റ്റഡ് ഹിം അഗെയിൻ ആൻഡ് അഗെയിൻ. പക്ഷേ റിക്വസ്റ്റഡ് എന്ന് വെച്ചാൽ എന്താണ്? അപേക്ഷിക്കുക അല്ലേ? ഇവാൻ അദ്ദേഹത്തിനോട് അഗെയിൻ ആൻഡ് അഗെയിൻ, വീണ്ടും റിക്വസ്റ്റ് ചെയ്തു, അപേക്ഷിച്ചു. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് തുറമുഖത്തേക്ക് പോവാം, അല്ലെങ്കിൽ എന്താണ്? അപകടമാണ് എന്നുള്ളത് ഇവാന് അവരുടെ ആ ഒരു ബേർഡ്സിൻ്റെ ലാംഗ്വേജ് അറിയാവുന്നത് കൊണ്ട് അവന് ആ ഒരു കാര്യം മനസ്സിലായതുകൊണ്ടാണ് അവൻ പിന്നെയും റിക്വസ്റ്റ് ചെയ്യുന്നത് അല്ലേ? നമുക്ക് നെക്സ്റ്റ് പാർട്ട് നോക്കാം. പേജ് നമ്പർ 68 നോക്കാം. ദ സ്റ്റോം, കൊടുങ്കാറ്റ് അല്ലേ? അതാണ് ഈ ഒരു പാർട്ടിൻ്റെ ടൈറ്റിൽ. അറ്റ് ലാസ്റ്റ് ദ ക്യാപ്റ്റൻ സ്റ്റിയർഡ് ദ ഷിപ്പ് ടു ദ ഷോർ ആൻഡ് ആങ്കേർഡ് ഇറ്റ്. എന്താ പറയുന്നത്? അറ്റ് ലാസ്റ്റ്, അവസാനം, ദ ക്യാപ്റ്റൻ സ്റ്റിയർഡ് ദ ഷിപ്പ് ടു ദ ഷോർ. എന്താ സംഭവിച്ചത്? ഷോർ എന്ന് പറഞ്ഞാൽ കടൽ തീരം അല്ലേ? അപ്പോൾ തീരത്തേക്ക് എന്താ ചെയ്യാണ്? ആ ഒരു കപ്പൽ ഓടിക്കാൻ തുടങ്ങി. ആര്? ക്യാപ്റ്റൻ അല്ലേ? ആൻഡ് ആങ്കേർഡ് ഇറ്റ്. ആങ്കേർഡ് മീൻസ് എന്താണ്? നങ്കൂരമിടുക, അതായത് കപ്പൽ നിർത്തുക കേട്ടോ. അങ്ങനെ ഷോറിൽ കൊണ്ടുവന്ന് നിർത്തി. ഷോർ എന്ന് പറഞ്ഞാൽ തീരം കേട്ടോ. തീരത്ത് കൊണ്ടുവന്ന് അടുപ്പിച്ചു. വിത്തിൻ എ ഷോർട്ട് ടൈം. അപ്പോൾ കുറച്ച് സമയം കൊണ്ട്, ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട്,
സ്റ്റോം ബ്രോക്കൗട്ട് എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പുറപ്പെടുക. അപ്പോൾ ആ ഒരു കൊടുങ്കാറ്റ് അല്ലേ പൊട്ടിപ്പുറപ്പെട്ടു. ഹ്യൂജ് വേവ്സ് റോസ് അപ്പ് ടു ദ സ്കൈ. എന്താണ് പറയുന്നത്? ഹ്യൂജ് വേവ്സ് വലിയ തിരമാലകൾ റോസ് അപ്പ് ടു ദ സ്കൈ ആകാശം വരെ അത്രയും ഉയരത്തിൽ പൊന്തി വന്നു എന്നാണ് പറയുന്നത്. ദ വിൻഡ് റോഡ് മീൻസ് എന്താണ്? ഗർജിക്കുക അല്ലേ. അപ്പം അത്രയും എന്താണ് ഭീകരമാണ് ആ ഒരു കൊടുങ്കാറ്റ് എന്നാണ് വിൻഡ് എന്നാണ് പറയുന്നത്. ദേ സോ ഹ്യൂജ് വേവ്സ് ബ്രേക്കിംഗ് മെനി ഷിപ്സ് സെയിലിംഗ് ഇൻ ദ സീ. എന്താണ്? ദേ സോ അവർ കണ്ടു എന്ത്? ഹ്യൂജ് വേവ്സ് വലിയ തിരമാലകൾ ബ്രേക്കിംഗ് മെനി ഷിപ്സ്, അതായത് കുറേ ഷിപ്പുകൾ കുറേ കപ്പലുകൾ നശിപ്പിക്കുന്നത്. എവിടെയുള്ള? സെയിലിംഗ് ഇൻ ദ സീ, കടലിലൂടെ എന്താണ് യാത്ര ചെയ്തുകൊണ്ടിരുന്ന കുറേ ഷിപ്പുകൾ ഈ ഒരു തിരമാലകൾ കാരണം ഇല്ലാതാവുന്നത് ഇവർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. യു സേവ്ഡ് അവർ ലൈഫ്സ് ദ ക്യാപ്റ്റൻ താങ്ക്ഡ് ഇവാൻ. അപ്പം എന്താണ് സംഭവിച്ചത്? യു സേവ്ഡ് അവർ ലൈഫ്സ് എന്നാര് പറയാണ്? ക്യാപ്റ്റൻ പറയാണ് നീയാണ് ഞങ്ങളുടെ ജീവിതം രക്ഷിച്ചത് എന്ന് പറയാണ്, ജീവൻ രക്ഷിച്ചത് എന്ന് പറയാണ്. ദ ക്യാപ്റ്റൻ താങ്ക്ഡ് ഇവാൻ. ക്യാപ്റ്റൻ എന്ത് ചെയ്തു? ഇവാനോട് നന്ദി പറഞ്ഞു. നമ്പർ 69 നോക്കാം. നോയ്സി ബേർഡ്സ്, അതാണ് ടൈറ്റിൽ. നോയ്സി എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദമുണ്ടാക്കുന്ന അല്ലേ. ബേർഡ്സ് എന്ന് പറഞ്ഞാൽ പക്ഷികൾ. അപ്പം ശബ്ദമുണ്ടാക്കുന്ന പക്ഷികൾ നോക്കാം. ദ കിങ് ഓഫ് ദ കൺട്രി വാസ് വെരി മച്ച് അനോയ്ഡ്. എന്താ പറയുന്നത്? കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജാവ് അല്ലേ. കൺട്രി എന്ന് പറഞ്ഞാൽ രാജ്യം. അപ്പം ദ കിങ് ഓഫ് ദ കൺട്രി, ആ ഒരു രാജ്യത്തെ രാജാവ് എന്താണ്? വാസ് വെരി മച്ച് അനോയ്ഡ്, ഭയങ്കരമായിട്ട് എന്താണ്? ഡിസ്റ്റർബ്ഡ് ആണ്, അനോയ്ഡ് ആണ് എന്ന് പറയാണ്. മെനി ക്രൗസ് പെർച്ച്ഡ് ഓൺ ദ വിൻഡോസ്, വാൾസ് ആൻഡ് റൂഫ് ഓഫ് ദ പാലസ് ആൻഡ് ഈവൻ ഓൺ ദ ട്രീസ് നിയർ ബൈ. എന്താ പറയുന്നത്? മെനി ക്രൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കാക്കകൾ അല്ലേ. കാക്കകൾ പേർച്ച്ഡ് മീൻസ് കിളികൾ ഇരിക്കുന്നതിനെയാണ് കേട്ടോ പേർച്ച്ഡ് എന്ന് പറയാം. ഓൺ ദ വിൻഡോസ്, എവിടെയൊക്കെയാണ് ഇരിക്കുന്നത്? വിൻഡോസിൽ, അതായത് ജനലിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്നുണ്ട്. അതുപോലെ വാൾസ്, ചുവരുകളിൽ ഇരിക്കുന്നുണ്ട്. ആൻഡ് റൂഫ് ഓഫ് ദ പാലസിൻ്റെ എന്താണ്? കൊട്ടാരത്തിൻ്റെ എന്താണ് ഈ ഒരു റൂഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേൽക്കൂര അല്ലേ. മേൽക്കൂരയിൽ ഇരിക്കുന്നുണ്ട്. അതുപോലെ ആൻഡ് ഈവൻ ഓൺ ദ ട്രീസ് നിയർ ബൈ, അതായത് അടുത്തുള്ള കുറേ മരത്തിൻ്റെയൊക്കെ മുകളിലും ഈ കാക്കകൾ ഇരിക്കുന്നുണ്ട്. ആ ഒരു പിക്ചറിൽ നമ്മൾ കാണുന്നത് പോലെ. നോ വൺ ന്യൂ ഹൗ ടു ഗെറ്റ് റിഡ് ഓഫ് ദം. അതായത് നോ വൺ ന്യൂ, ആർക്കും അറിയില്ല എന്ത്? ഹൗ ടു ഗെറ്റ് റിഡ് ഓഫ് ദം. എന്താണ് ഗെറ്റ് റിഡ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കുക എന്നാണ് മീനിങ്. അപ്പം അവരെ എങ്ങനെയാണ്, ആ കാക്കകളെ എങ്ങനെയാണ് ഒഴിവാക്കേണ്ടതെന്ന് ആർക്കും അറിയില്ല എന്ന് പറയാണ്. ഇവാൻ വെൻ ടു ദ പാലസ്. എന്താണ്? ഇവാൻ പാലസിലേക്ക്, കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു അല്ലേ. യു ആർ മജസ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മൾ ബഹുമാനപൂർവ്വം അങ്ങുന്ന് എന്നൊക്കെ വിളിക്കില്ലേ, രാജാവല്ലേ. അപ്പം നമ്മൾ ബഹുമാനപൂർവ്വം എന്ത് ചെയ്യണം? അഭിസംബോധന ചെയ്യണം. അപ്പോൾ അതാണ് മജസ്റ്റി എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഐ വിൽ ഗെറ്റ് റിഡ് ഓഫ് ദ ക്രൗസ്, ഇവാൻ സെറ്റ്. അപ്പം ഇവാൻ പറയാണ് ഐ വിൽ ഗെറ്റ് റിഡ് ഓഫ് ദ ക്രോസ്, ഞാൻ എന്താണ് കാക്കകളെയൊക്കെ ഒഴിവാക്കിത്തരാം. ഇവാൻ പറഞ്ഞു. ഇഫ് യു ക്യാൻ ഡൂ ദാറ്റ്, നിനക്കങ്ങനെ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ യു ക്യാൻ മാരി മൈ ഡോട്ടർ, നിനക്ക് എൻ്റെ മകളെ വിവാഹം ചെയ്യാം. മാരി എന്ന് പറഞ്ഞാൽ എന്താണ്? വിവാഹം ചെയ്യുക അല്ലേ. ഡോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മകളെ വിവാഹം ചെയ്യാം എന്ന് പറയാണ്. ആര്? ദ കിങ് സെറ്റ്. കിങ് പറഞ്ഞു. ഇവാൻ ആസ്ക്ഡ് ദ സെർവൻസ് ടു ഓപ്പൺ ദ വിൻഡോസ്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ തുറക്കുക അല്ലേ. വിൻഡോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ജനലുകൾ. അപ്പോൾ ഇവാൻ ആസ്ക്ഡ് ദ സെർവൻസ്, അപ്പോൾ ഇവാന് ആ ഒരു സെർവൻസിനോട്, ആ കൊട്ടാരത്തിലെ ജോലിക്കാരോട് പറഞ്ഞു ടു ഓപ്പൺ ദ വിൻഡോസ് ഓപ്പൺ ചെയ്ത് വെക്കാൻ. ഹി ലിസൺഡ് ടു ദ ക്രോസ് ഫോർ എ വൈൽ. ലിസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആ ഒരു കിളികൾ സംസാരിക്കുന്നത് കുറച്ചു നേരം ശ്രദ്ധിച്ചിരുന്നു. ടു ദ ക്രോസ് ഫോർ എ വൈൽ, കുറച്ച് സമയത്തേക്ക്. ഓക്കെ. ദെൻ ഹി വെൻ ടു ദ കിങ് അഗെയിൻ. അതിന് ശേഷം എന്ത് ചെയ്തു? ഹി വെൻ ടു ദ കിങ് അഗെയിൻ, കിങ്ങിൻ്റെ അടുത്തേക്ക് വീണ്ടും ചെന്നു എന്ന് പറയാണ്. പേജ് നമ്പർ 70 നോക്കാം. ഹോംലെസ് ബേർഡ്സ് എന്നാണ് ടൈറ്റിൽ. ഹോംലെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീടില്ലാത്ത അല്ലേ. ബേർഡ്സ് എന്ന് പറഞ്ഞാൽ കിളികൾ, വീടില്ലാത്ത പക്ഷികൾ. അപ്പം ഈ ഒരു സ്റ്റോറി പറയുന്നത് വീടില്ലാത്ത ബേർഡ്സിൻ്റെ കാര്യമായിരിക്കും. ഇവാൻ ബൗഡ് ബിഫോർ ദ കിങ് ആൻഡ് സെറ്റ്, ഓ ലോർഡ്
the crows are homeless because your men are cutting down the trees they are living on. എന്താ പറയുന്നത്? ഇവാൻ ബൗഡ് ബിഫോർ ദ കിങ്. അതായത് ബൗഡ് മീൻസ് എന്താണ്, ഒന്ന് നടുവളച്ച് നിൽക്കുക, അല്ലെങ്കിൽ എന്താണ്, ഒന്ന് തല കുനിച്ച് നിൽക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ രാജാവിൻ്റെ ഒക്കെ അടുത്ത് നിൽക്കുമ്പോൾ ബഹുമാന സൂചകമായിട്ട് ഒന്ന് കുനിഞ്ഞിട്ടേ നിൽക്കുള്ളൂ അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്. കിങ്ങിൻ്റെ മുന്നിൽ അങ്ങനെ തല കുനിച്ച് നിൽക്കുകയാണ്. ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു, ഓ ലോഡ്, ദ ക്രോസ് ആർ ഹോംലെസ്. ആ കാക്കകൾ എന്താണ്, അവർക്ക് വീട് നഷ്ടപ്പെട്ടു, അവർക്ക് വീടില്ല. ബിക്കോസ്, കാരണം എന്താണെന്ന് വെച്ചാൽ, യുവർ മെൻ ആർ കട്ടിങ് ഡൗൺ ദ ട്രീസ് ദേ ആർ ലിവിങ് ഓൺ. അതായത് അവർ ജീവിച്ചു കൊണ്ടിരുന്ന അവരുടെ വീടുകളുള്ള, അവരുടെ നെസ്റ്റ് ഉള്ള മരങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, അങ്ങയുടെ പ്രജകൾ വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് വീടില്ലാതായത് എന്ന് പറയാണ്. ദേ വാണ്ട് യുവർ മെൻ ടു സ്റ്റോപ്പ് ഡൂയിങ് ഇറ്റ്. അപ്പോൾ അവരുടെ ആവശ്യം എന്താണ്? ദേ വാണ്ട് യുവർ മെൻ, അതായത് നിങ്ങളുടെ ആൾക്കാർ, അതായത് രാജാവിൻ്റെ പ്രജകൾ, ടു സ്റ്റോപ്പ് ഡൂയിങ് ഇറ്റ്. ഈ മരം വെട്ടുന്നത് എന്ത് ചെയ്യണം? നിർത്തണം. അതാണ് അവരുടെ ആവശ്യം എന്ന് ഇവാൻ രാജാവിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ദ കിങ് ഓർഡേർഡ് ഹിസ് മെൻ ടു സ്റ്റോപ്പ് കട്ടിങ് ദ ട്രീസ്. അപ്പോൾ കിങ് എന്ത് ചെയ്തു? ഓർഡർ ഇട്ടു. എന്ത് പറഞ്ഞിട്ട്? അതെ, അവരുടെ പ്രജകളോട്, അതായത് രാജാവിൻ്റെ പ്രജകളോട് പറഞ്ഞു, ടു സ്റ്റോപ്പ് കട്ടിങ് ദ ട്രീസ്, മരങ്ങൾ വെട്ടുന്നത് നിർത്തുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഓർഡർ ഇട്ടു. ദ ക്രോസ് ഫ്ലൂ എവേ വൺ ആഫ്റ്റർ അനദർ ആൻഡ് ഡിസപ്പിയർഡ്. എന്താ സംഭവിച്ചത്? ദ ക്രോസ് ഫ്ലൂ എവേ, അതായത് പറന്നുപോയി. ആരെ? ക്രോസ്, കാക്കകൾ പറന്നുപോയി. വൺ ആഫ്റ്റർ അനദർ, ഒന്നിന് പുറകെ ഒന്നായി. ആൻഡ് ഡിസപ്പിയർഡ്, എന്നിട്ട് എന്തായി? അപ്രത്യക്ഷമായി. അപ്പം ആ കൊട്ടാരത്തിലേക്ക് വന്നിട്ടുള്ള, നേരത്തെ ഈ രാജാവിന് ഭയങ്കര ഡിസ്റ്റർബൻസായി ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്ന ആ കാക്കകളൊക്കെ ഒന്നൊന്നായിട്ട് പറന്നുപോയി. പിന്നെ എല്ലാവരും ഡിസപ്പിയർ ആയി അല്ലേ, അപ്രത്യക്ഷമായി എന്നാണ് പറയുന്നത്. ഗോട്ട് ദ പ്രിൻസസ് മാരീഡ് ടു ഇവാൻ. എന്താ പറയുന്നത്? ദ കിങ് ഗോട്ട് ദ പ്രിൻസസ്. പ്രിൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? രാജകുമാരി അല്ലേ. അതായത് ഈ രാജാവിൻ്റെ മകൾ. മാരീഡ് ടു ഇവാൻ, എന്താണ്? ഇവാന് വിവാഹം ചെയ്തു കൊടുത്തു. ആരെ? ഈ ഒരു പ്രിൻസസിനെ. അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു കാക്കകളെയൊക്കെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവാന് തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കും എന്നുള്ളത്. അപ്പം അത് രാജാവ് പാലിച്ചു. ദസ് ഇവാൻ ബിക്കെയിം ദ കിങ്. അപ്പം രാജാവ് ഈ ഒരു രാജകുമാരീനെ ഇവാന് വിവാഹം ചെയ്തു കൊടുത്തതോടുകൂടി ഈ ഒരു ഇവാൻ ആരായി? രാജാവായി അല്ലേ. അപ്പം നമ്മളുടെ ഫസ്റ്റ് നൈറ്റിംഗേളിൻ്റെ ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നല്ലോ, എന്താണ്? ഇവാൻ രാജാവാകുമെന്നും തൻ്റെ മാസ്റ്ററായിട്ടുള്ള ആ ഒരു മെർച്ചൻ്റ് അദ്ദേഹത്തിൻ്റെ സെർവൻ്റ് ആകുമെന്നും. അപ്പോൾ അതിലെ ഫസ്റ്റത്തെ പ്രഡിക്ഷൻ നടന്നു. ഇവാൻ എന്തായി? ഒരു പ്രിൻസസിനെ മാരി ചെയ്തതോടുകൂടി രാജാവായി അല്ലേ. ഇനി നോക്കാം. ഹി റൂൾ ദ കിങ്ഡം വൈസ്ലി. അതായത് കിങ്ഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു രാജ്യത്തിനെയാണ് കേട്ടോ പറയുന്നത്. റൂൾഡ് മീൻസ് ഭരിക്കുക. ഓക്കെ, ഭരിച്ചു. അവൻ ആ ഒരു രാജ്യം ഭരിച്ചു. എങ്ങനെ? വൈസ്ലി. വൈസ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നല്ല ബുദ്ധി പൂർവമായിട്ട് തന്നെ അവൻ ആ ഒരു രാജ്യം ഭരിച്ചു എന്നാണ് പറയുന്നത്. ബേർഡ്സ് ഓൾവേസ് വാണ്ട് ഹിം അബൌട്ട് സ്റ്റോംസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഇവാൻ ടുക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻസ് ടു സേവ് ഹിസ് പീപ്പിൾ. എന്താ പറയുന്നത്? ബേർഡ്സ് ഓൾവേസ് വാണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മുന്നറിയിപ്പ് നൽകുക അല്ലേ. അപ്പോൾ എന്താണ്? ഈ ഒരു ബേർഡ്സ് രാജാവിന്, അതായത് ഇവാന് ഓൾവേസ് എപ്പോഴും മുന്നറിയിപ്പ് നൽകുമായിരുന്നു. ഹിം അബൌട്ട് എന്തിനെ കുറിച്ചിട്ടുള്ള? സ്റ്റോംസ്, അതായത് എന്താണ്? കൊടുങ്കാറ്റ്. അതുപോലെ തന്നെ ആൻഡ് ഡിസാസ്റ്റേഴ്സ്, ദുരന്തങ്ങളെക്കുറിച്ച്. ആൻഡ് ഇവാൻ ടുക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻസ് ടു സേവ് ഹിസ് പീപ്പിൾ. അപ്പം ഈ ഒരു മുന്നറിയിപ്പുകളൊക്കെ, അതായത് കൊടുങ്കാറ്റിനെ കുറിച്ചും അതുപോലെ മറ്റ് പല ദുരന്തങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ഈ ബേർഡ്സിൻ്റെ അടുത്തുനിന്ന് നമ്മളുടെ രാജാവായിട്ടുള്ള ഇവാൻ ലഭിക്കുന്നത് കാരണം അദ്ദേഹത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻസ്, പെട്ടെന്നുള്ള ആക്ഷൻസ് എടുക്കാൻ പറ്റുകയും അതുപോലെ തന്നെ ടു സേവ് ഹിസ് പീപ്പിൾ, അദ്ദേഹത്തിൻ്റെ പ്രജകളെ രക്ഷിക്കാൻ പറ്റുകയും ചെയ്യാറുണ്ട് എന്ന് പറയുകയാണ്. നമ്മളുടെ നാട്ടിലാണെങ്കിലും മഴക്കാലത്ത് നമ്മൾ എപ്പോഴും നേരിടുന്നൊരു പ്രശ്നമാണ് അല്ലേ, ഫ്ലഡ് എന്ന് പറയുന്നത്, പ്രളയം അല്ലേ. നമുക്കിപ്പോഴും മനസ്സിലൊരു പേടിയാണ് അല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ഗവൺമെൻറ് വൈസ് ആയിട്ടുള്ള ഒരുപാട് ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. ഗവൺമെൻറ് മാത്രമല്ല, നമ്മൾ എല്ലാവരും തന്നെ അല്ലേ. അപ്പോൾ ഈ എന്താണ്, നിറഞ്ഞ് കവിഞ്ഞൊഴുകാൻ സാധ്യതയുള്ള ഒരുപാട് നദികളും അതുപോലെ ഉരുൾപൊട്ടാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെയൊക്കെ മാറ്റി പാർപ്പിക്കുകയും അങ്ങനെ ഓരോ എന്താണ് വൈസായിട്ടുള്ള ഡിസിഷൻസ്
നമ്മൾ എടുക്കുന്നത് പോലെ തന്നെ എന്താണ് ഇവാനും അങ്ങനെ ഓരോ കാര്യങ്ങൾ, ഓരോ ഡിസാസ്റ്റേഴ്സ് വരുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള വൈസായിട്ടുള്ള ആക്ഷൻസ് ആ ഒരു രാജാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് പറയുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ബേർഡ്സിൻ്റെ ലാംഗ്വേജ് ഇവാൻ അറിയാവുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഈ ഒരു ബേർഡ്സ് എന്താണ് ഇവാന് മുന്നറിയിപ്പ് നൽകുന്നത് കൊണ്ടുമാണ് അല്ലേ. നെക്സ്റ്റ് നോക്കാം. ലോങ് ലീവ് കിങ് ഇവാൻ. എന്താണ് ഇവാൻ നീണാൽ വാഴട്ടെ എന്ന് പറയില്ലേ, അതാണ് ഇവാന് അവർ എന്താണ് പുകഴ്ത്താണ് അല്ലേ. പീപ്പിൾ പ്രൈസ്ഡ് ഹിസ് വിസ്ഡം. പീപ്പിൾ എന്ത് ചെയ്യാണ്, അവൻ്റെ പ്രജകൾ, അതായത് ഇവാൻ്റെ പ്രജകൾ അവൻ്റെ വിജ്ഞാനത്തെ, വിസ്ഡം എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തെ പുകഴ്ത്താണ്, പ്രൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇവണ്ണം നോക്കാം. എ ന്യൂ സെർവൻറ്റ് എന്നാണ് ടൈറ്റിൽ. ന്യൂ സെർവൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പുതിയ വേലക്കാരൻ അല്ലേ. ഇയേഴ്സ് പാസ്റ്റ്, വർഷങ്ങൾ കഴിഞ്ഞുപോയി. വൺ ഡേ എൻ ഓൾഡ് മാൻ കെയിം ടു ഇവാൻസ് പാലസ്. വൺ ഡേ, ഒരു ദിവസം, എൻ ഓൾഡ് മാൻ, ഒരു വൃദ്ധൻ അല്ലേ, ഒരു വയസ്സായ ആൾ, ഒരു പുരുഷനാണ് കേട്ടോ. കെയിം ടു ഇവാൻസ് പാലസ്, ഇവാൻ്റെ പാലസിലേക്ക് കടന്നു വന്നു. ഇവാൻ ഓർഡേർഡ് ഹിസ് ഗാർഡ്സ് ടു ബ്രിങ് ഹിം ഇൻസൈഡ്. എന്താ പറയുന്നത്, ഇവാൻ ഓർഡർ ചെയ്യാണ്, അവൻ്റെ ഗാർഡ്സിനോട് പറയുകയാണ് എന്ത്, ടു ബ്രിങ് ഹിം ഇൻസൈഡ്, ആ ഒരു വൃദ്ധനെ, ആ ഒരു ഓൾഡ് മാനെ അകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയാണ്. ദ ഓൾഡ് മാൻ ഇൻ ഷാബി ക്ലോത്ത്സ് അപ്പിയർഡ് ബിഫോർ ഹിം. അതായത് ദ ഓൾഡ് മാൻ ഇൻ ഷാബി ക്ലോത്ത്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത്ര ഒരു വൃത്തിയും വെടുപ്പൊന്നും ഇല്ലാത്ത വൃത്തിഹീനമായ വസ്ത്രമൊക്കെയാണ് ധരിച്ചിരിക്കുന്നത്. അപ്പിയർഡ് ബിഫോർ ഹിം, അതായത് ആ ഒരു രാജാവിൻ്റെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടു, അതായത് വന്നു എന്നുള്ളതാണ് കേട്ടോ ഇവിടെ അപ്പിയർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു ഓൾഡ് മാൻ പാലസിലെ ആ ഒരു രാജാവിൻ്റെ മുന്നിലേക്ക് വന്നു. ഹി വാസ് സോ ടയേർഡ്. അവനെന്താണ്, സോ ടയേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷീണിതനായി അല്ലേ, ഭയങ്കര ക്ഷീണിതനായിട്ടാണ് ഉള്ളത് ആരെ, ഓൾഡ് മാൻ. ഡിയർ ഓൾഡ് മാൻ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു. അപ്പോൾ ഇവാൻ, അതായത് നമ്മളുടെ രാജാവ് ചോദിക്കുകയാണ്, ഡിയർ ഓൾഡ് മാൻ, പ്രിയപ്പെട്ട ഓൾഡ് മാൻ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ കഴിയുക. ഇവാൻ ആസ്ക്ഡ്, ഇവാൻ ചോദിച്ചു. ഓ യുവർ മജസ്റ്റി, അതായത് അങ്ങുന്നേ, ഐ ലോസ്റ്റ് മൈ വൈഫ്, എനിക്ക് എൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു. ലോസ്റ്റ് മൈ വൈഫ്, അതായത് ഭാര്യനെ നഷ്ടപ്പെട്ടു. ആൻഡ് ഓൾ മൈ വെൽത്ത്, വെൽത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്ത് കേട്ടോ, എനിക്ക് എൻ്റെ എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ ഭാര്യനെയും നഷ്ടപ്പെട്ടു. ഐ ഫൈൻഡ് നോ വേ ടു മേക്ക് എ ലിവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു മാർഗവും കണ്ടുപിടിക്കാൻ എന്താണ് പറ്റുന്നില്ല, എനിക്കൊരു വരുമാന മാർഗം ഇല്ല എന്ന് പറയാണ്. ഐ ആം ഓൾഡ്, ഞാൻ എന്താണ് വൃദ്ധനാണ്, എനിക്ക് പ്രായമായിട്ടുണ്ട് എന്ന് പറയാണ്. ആൻഡ് കനോട്ട് വർക്ക്, എനിക്ക് എന്താണ് ജോലി ചെയ്യാനും കഴിയില്ല. പ്രായമാവുന്നതിനനുസരിച്ച് അങ്ങനെയാണല്ലോ അല്ലേ, നമുക്ക് എന്താണ് എനർജിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരും, അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അത് ആണ് ഇവിടെ പറയുന്നത്. ലെറ്റ് മീ സ്റ്റേ ഹിയർ ആൻഡ് സെർവ് യു സെഡ് ദ ഓൾഡ് മാൻ. അപ്പോൾ ഓൾഡ് മാൻ പറയുകയാണ്, ലെറ്റ് മീ സ്റ്റേ ഹിയർ, എന്നെ ഇവിടെ നിൽക്കാൻ അനുവദിക്കൂ. ആൻഡ് സെർവ് യു, സെർവ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിചരിക്കുക, അതായത് ഇപ്പോൾ ഒരു എന്താണ് ഒരു സെർവൻറ്റിനെ പോലെ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നുകൊണ്ട് അദ്ദേഹത്തിന്, അതായത് രാജാവിനെ സെർവ് ചെയ്തുകൊണ്ട് ഇവിടെ നിൽക്കാൻ എന്നെ അനുവദിക്കൂ എന്ന് ആര് പറയാണ്, സെഡ് ദ ഓൾഡ് മാൻ, ഓൾഡ് മാൻ പറയാണ്. ഇവാൻ അപ്പോയിൻറ്റഡ് ഹിം ആസ് എ സെർവൻറ്റ്. അപ്പം ഇവാൻ എന്ത് ചെയ്തു, അപ്പോയിൻ്റ് ചെയ്തു ആരെ, ആ ഒരു ഓൾഡ് മാനെ ഇവാൻ്റെ സെർവൻ്റായിട്ട് എന്ത് ചെയ്തു, അവിടെ നിർത്തി, നിയമിച്ചു, സെർവൻ്റായിട്ട് നിയമിച്ചു. അത്രയാണ് ഈ ഒരു പാർട്ട് പറയുന്നത്. നമ്പർ 72 നോക്കാം, ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ. ദ നൈറ്റിംഗേൾ ഈസ് ബാക്ക്. എന്താണ്, നൈറ്റിംഗേൾ തിരിച്ചു വന്നു എന്നുള്ളതാണ്. വൺ നൈറ്റ് ഇവാൻ വാസ് റെസ്റ്റിംഗ് ഓൺ ഹിസ് റോയൽ ബെഡ്. അപ്പോൾ വൺ നൈറ്റ്, ഒരു ദിവസം രാത്രി, ഇവാൻ വാസ് റെസ്റ്റിംഗ് ഓൺ ഹിസ് റോയൽ ബെഡ്. ഇവാൻ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ ഒരു റോയൽ ബെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജകീയമായ ബെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മെത്താല, കിടക്കയിൽ റെസ്റ്റ് ചെയ്യാണ്, വിശ്രമിക്കുകയാണ്. ഓക്കെ. ഹി ലുക്ക്ഡ് ഔട്ട് ഓഫ് ദ വിൻഡോസ്. അപ്പം അദ്ദേഹം എന്താണ്, ആ ഒരു വിൻഡോസിലൂടെ പുറത്തേക്ക് നോക്കി. ആ ഫുൾ മൂൺ വാസ് റൈസിങ്. ഒരു പൂർണ്ണ ചന്ദ്രൻ അങ്ങനെ ഉദിച്ച് നിൽക്കുന്നുണ്ടല്ലേ, എവിടെ, ആകാശത്ത്. ലിറ്റിൽ സ്റ്റാർസ് വെർ ബ്ലിങ്കിങ് ടു ഗ്രീറ്റ് ദ മൂൺ. എന്താ പറയുന്നത്, ലിറ്റിൽ സ്റ്റാർ, കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങൾ. ബ്ലിങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. ടു ഗ്രീറ്റ് ദ മൂൺ, മൂണിനെ എന്താണ് അഭിവാദ്യം ചെയ്യുന്ന പോലെ എന്ന് പറയുകയാണ്. അതൊരു ആലങ്കാരികമായിട്ട് പറഞ്ഞെന്നേ ഉള്ളൂ. അതായത് എന്താണ്, നല്ല നിലാവുള്ള രാത്രിയാണ് എന്നുള്ളത് മാത്രമാണ് കേട്ടോ പറയുന്നത്, ഉദ്ദേശിക്കുന്നത്.
A soft wind carried the fragrance of wild flowers into the room. എന്താ പറയുന്നത്? സോഫ്റ്റ് വിൻഡ്, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കാറ്റ് അങ്ങനെ വരികയാണ്. ക്യാരീഡ് ദ ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഗന്ധം. എന്തിൻ്റെ? ഓഫ് വൈൽഡ് ഫ്ലവേഴ്സ്, അതായത് കാട്ടിലുള്ള ഫ്ലവേഴ്സിൻ്റെ സുഗന്ധവും ആയിട്ട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കാറ്റ് ഇങ്ങനെ എന്താണ് രാജാവിൻ്റെ റൂമിലേക്ക് വരികയാണ്. അപ്പം എന്താണ്, ആ ഒരു റൂമിലാകെ നല്ല സുഗന്ധം പരത്തി ആ ഒരു കാട്ടിലുള്ള ഫ്ലവേഴ്സിൻ്റെ അല്ലേ. ഫ്രം ദ ഡിസ്റ്റൻറ്റ് സ്കൈസ് ഇവാൻ ഹിയർ ദ സോങ് ഓഫ് എ നൈറ്റിംഗേൾ. അപ്പം ദൂരെയുള്ള ആ ഒരു ആകാശത്ത് നിന്ന് ഇവാൻ എന്ത് കേൾക്കാണ്? ഇവാൻ കേട്ടു ദ സോങ് ഓഫ് നൈറ്റിംഗേൾ, നൈറ്റിംഗേളിൻ്റെ പാട്ട് അല്ലേ കേട്ടു. ഇറ്റ്സ് മൈ നൈറ്റിംഗേൾ, ഇത് എൻ്റെ നൈറ്റിംഗേളാണ്, എൻ്റെ വനമ്പാടി പക്ഷിയാണ് എന്ന് ആര് പറയാണ്? ഇവാൻ അല്ലേ. ഇവാൻ സ്റ്റുഡ് അപ്പ് ആൻഡ് വെൻ ടു ദ വിൻഡോസ്. ഇവാൻ എഴുന്നേറ്റ് നിന്നിട്ട് എങ്ങോട്ട് പോയി? വെൻ ടു ദ വിൻഡോസിൻ്റെ അടുത്തേക്ക്, ജനലിൻ്റെ അടുത്തേക്ക് പോയി. സൂൺ ദ നൈറ്റിംഗേൾ കെയിം ടു ഹിം. പെട്ടെന്ന് തന്നെ എന്താണ്, നൈറ്റിംഗേൾ അവൻ്റെ അടുത്തേക്ക് വന്നു. ആൻഡ് സാറ്റ് ഓൺ ദ വിൻഡോസിൽ. വിൻഡോസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ജനൽപ്പടി അല്ലേ. അപ്പോൾ ആ ഒരു ജനൽപ്പടിയിൽ വന്നിട്ട് നൈറ്റിംഗേൾ ഇരുന്നു. ദേ സ്പോക്ക് ഫോർ എ ലോങ് ടൈം. അവർ ഒരുപാട് സമയം സംസാരിച്ചു. ആസ് യു സെഡ് ഐ ബിക്കെയിം ദ കിങ്. നീ പറഞ്ഞ പോലെ തന്നെ എന്തായി? ഐ ബിക്കെയിം ദ കിങ്, ഞാൻ രാജാവായി കഴിഞ്ഞു എന്ന് പറയാണ്. ബട്ട് വാട്ട് ഹാപ്പൻ ടു ദ മെർച്ചൻറ്റ്. പക്ഷേ എന്താണ് ആ ഒരു മെർച്ചൻറ്റിന്, തൻ്റെ യജമാനൻ എന്താണ് സംഭവിച്ചത്? ഇവാൻ ആ ഒരു നൈറ്റിംഗേളിനോട് ചോദിക്കുകയാണ്. ഓ യുവർ മജസ്റ്റി, അങ്ങുന്നേ, ഹീ ഈസ് ഇൻ യുവർ പാലസ്. അവൻ നിങ്ങളുടെ പാലസിൽ തന്നെ, നിങ്ങളുടെ കൊട്ടാരത്തിൽ തന്നെ ഉണ്ട്. ആൻഡ് ഹീ ഈസ് സെർവിങ് യു. അത് മാത്രമല്ല, അവൻ നിങ്ങളെ സെർവ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സെർവൻ്റാണ് അവൻ എന്ന് നൈറ്റിംഗേൾ പറയാണ്. The nightingale flew away and disappeared into the sky. എന്താണ് സംഭവിച്ചത്? ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം, saying this, the nightingale flew away. നൈറ്റിംഗേൾ എന്ത് ചെയ്തു? പറന്നുപോയി. ആൻഡ് ഡിസപ്പിയർഡ് ഇൻ ടു ദ സ്കൈ. ആ ഒരു ആകാശത്തേക്ക് അപ്രത്യക്ഷമായി. യുവർ മജസ്റ്റി, സപ്പർ ഈസ് റെഡി. അപ്പം അങ്ങുന്നേ, സപ്പർ റെഡി ആയിട്ടുണ്ട് എന്ന് പറയുകയാണ്. സപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയിലത്തെ ആഹാരം എന്നുള്ളതാണ് കേട്ടോ. ഇവാൻ ലുക്ക്ഡ് അറ്റ് ദ ഓൾഡ് സെർവൻറ്റ് അറ്റ് ഹിസ് ഡോർ. അപ്പം ആരാണ് പറഞ്ഞത്? സപ്പർ റെഡി ആണെന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സെർവൻ്റ് ആണല്ലേ. അപ്പോൾ ഇവാൻ എന്ത് ചെയ്തു? ഇവാൻ ലുക്ക്ഡ് അറ്റ് ദ ഓൾഡ് സെർവൻറ്റ്. ആ ഒരു ഓൾഡ് സെർവൻറ്റിൻ്റെ അടുത്തേക്ക് അദ്ദേഹം നോക്കി. അറ്റ് ഹിസ് ഡോർ, അദ്ദേഹത്തിൻ്റെ ഡോറിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു സെർവൻറ്റിനെ നോക്കി. ഹീ കുഡ് നോട്ട് ബിലീവ് ഹിസ് ഐസ്. ഇവാന് അവൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. ബിലീവ് എന്ന് വെച്ചാൽ വിശ്വസിക്കുക, നോട്ട് ബിലീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇറ്റ് വാസ് ഹിസ് ഓൾഡ് മാസ്റ്റർ. അതാരായിരുന്നു? അവൻ്റെ ഓൾഡ് മാസ്റ്റർ ആയിരുന്നു. അതായത് അവൻ്റെ ക്രൂവലായിട്ടുള്ള, അവനെ ആ ഒരു കടലിലേക്ക് തള്ളി വിട്ടിട്ടുള്ള അവൻ്റെ ആ ഒരു ക്രൂവലായിട്ടുള്ള മേർച്ചൻ്റ്, അദ്ദേഹമായിരുന്നു ഇത്. അപ്പം ആ ഒരു നൈറ്റിംഗേളിൻ്റെ ആദ്യത്തെ പ്രവചനമായിട്ടുള്ള ഇവാൻ എന്താണ് രാജാവാകുന്നുള്ള ആ ഒരു പ്രവചനവും ഫലിച്ചു. അതേപോലെ തന്നെ മെർച്ചൻ്റ് ഇവാൻ്റെ സെർവൻ്റ് ആവുമെന്നുള്ള പ്രവചനവും ഫലിച്ചു. അങ്ങനെ നൈറ്റിംഗേളിൻ്റെ 2 പ്രവചനവും സത്യമായി അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റോറി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ബിക്കോസ് ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ സീ യു വിത്ത് അനദർ വീഡിയോ.